സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമഃ. തത്വത്തിനുള്ളിലുദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവനു മുക്തിക്കു തക്കൊരുപദേശം തരും ജനനമറ്റിടുമെന്നവനു നാരായണായ നമഃ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. ഹരിനാമ കീർത്തനം ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 10-ാം ശ്ലോകം. തത്വത്തിനുള്ളിലുദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്കു തക്കൊരുപദേശം തരും ജനനമറ്റിടുമെന്നവന് നാരായണായ നമഃ. തത്വത്തിനുള്ളിൽ മായാനിർമ്മിതങ്ങളായ ജഡതത്വങ്ങളാൽ മറയ്ക്കപ്പെട്ട് ഉദയം ചെയ്തിരുന്ന പൊരുൾ, എന്നാൽ ഒരു കേടും കൂടാതെ നിത്യമുക്തമായി വിലസുന്ന ബോധവസ്തു എത്തിയിടുവാൻ, സാക്ഷാത്കരിച്ചറിയാൻ ഗുരുപദാന്തേ ഭജിപ്പവന്, ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ ആശ്രയിക്കുന്നവന് മുക്തിക്ക് തക്ക മോക്ഷം കിട്ടാൻ ഉചിതമായ ഉപദേശം, തത്വോപദേശം തരും ഗുരു നൽകും. അന്നവന് അപ്പോൾ തന്നെ അയാൾക്ക് ജനനമറ്റിയിടും. ജനന മരണരഹിതമായ സത്യമാണ് താൻ എന്ന് തെളിയും. നാരായണായ നമഃ. നാരായണനായിക്കൊണ്ട് നമസ്കാരം. തത്വത്തിനുള്ളിൽ പ്രപഞ്ചമായി കാണപ്പെടുന്ന നിലനിൽപ്പിൻ്റെ അടിസ്ഥാന പദാർത്ഥങ്ങളെ ആധുനിക ശാസ്ത്രജ്ഞന്മാരെന്ന പോലെ ഭാരതീയ തത്വശാസ്ത്രജ്ഞന്മാരും ഗണിച്ചിട്ടുണ്ട്. എന്നാൽ വിവിധ ശാസ്ത്രജ്ഞന്മാർ തത്വങ്ങളുടെ എണ്ണം പറയുന്നിടത്ത് ഭേദം കാണുന്നു. തത്വസംഖ്യകളിലെ ഈ വൈവിധ്യത്തെക്കുറിച്ച് ഭാഗവതം 11 സ്കന്ധത്തിലെ 22-ാം അധ്യായത്തിൽ ഉദ്ധവർ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. തത്വങ്ങൾ 28 26 25 60 70 96 ഇങ്ങനെ പലതരത്തിൽ പറയപ്പെടുന്നുണ്ടല്ലോ. ഇതിൻ്റെ രഹസ്യം എന്താണ്? ഉദ്ധവരുടെ ഈ ചോദ്യങ്ങൾക്ക് ഭഗവാൻ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്. തത്വഭേദങ്ങളെല്ലാം മായാപ്രകടനങ്ങളാണ്. അതുകൊണ്ട് ഓരോരുത്തർ ഭേദബുദ്ധിയോടെ എങ്ങനെ സങ്കല്പിച്ചു കാണുന്നുവോ അങ്ങനെ ഗണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് സംഖ്യാഭേദത്തിൽ സംശയിക്കാൻ ഒന്നുമില്ല. ഏതായാലും എഴുത്തച്ഛൻ എല്ലാ മതഭേദങ്ങളെയും ഉൾക്കൊള്ളാൻ വേണ്ടിയാണോ എന്ന് തോന്നുമാറ് ഹരിനാമ കീർത്തനത്തിൽ ഏറ്റവും വലിയ സംഖ്യയാണ് അംഗീകരിച്ചിരിക്കുന്നത്. തത്വങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് തത്വസംഖ്യ 96 25-ാം ശ്ലോകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് തത്വമതിൽ മേവുന്ന നാഥ എന്ന് ഭഗവാനെ 25-ാം പദ്യത്തിൽ സംബോധന ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് പ്രസ്തുത പദ്യത്തിൽ തത്വത്തിനുള്ളിൽ എന്ന ഭാഗം കൊണ്ട് ആചാര്യൻ ഉദ്ദേശിക്കുന്നത് മായാനിർമ്മിതങ്ങളായ 96 തത്വങ്ങളാലും മറയ്ക്കപ്പെട്ടിരിക്കുന്ന പൊരുളിനെയാണ് എന്നുള്ളതിൽ സംശയിക്കാനേയില്ല. തത്വങ്ങളുടെ വിശദമായ വിവരണം
25 പദ്യത്തിൻ്റെ വ്യാഖ്യാനം നോക്കി ധരിക്കേണ്ടതാണ്. ഉദയം ചെയ്തിരുന്ന പൊരുൾ. ചേതന തത്വത്തിലാണ് അതിൻ്റെ ശക്തിയായ മായ ജഡതത്വങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത്. മായ പ്രകടമാകുന്നതോടെ ഒരേ ചേതന തത്വം തന്നെ പുരുഷനെന്നും പ്രകൃതിയെന്നും രണ്ടായി പിരിഞ്ഞ പോലെ കാണാനിടവരുന്നു. തുടർന്ന് പ്രകൃതി പുരുഷൻ്റെ സാന്നിധ്യത്തിൽ വിവിധ ജഡതത്വങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നു. ഇവിടെ ഒരു പ്രധാന കാര്യം ധരിക്കാനുണ്ട്. പ്രകൃതി തത്വം ആവിർഭവിക്കുമ്പോഴോ അത് ജഡതത്വങ്ങളെ ഉണ്ടാക്കി കാണിക്കുമ്പോഴോ പുരുഷൻ്റെ സ്വരൂപത്തിന് അണുപോലും വികാരം സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് പരബ്രഹ്മത്തിൽ മായ ഉണ്ടാക്കിക്കാണിക്കുന്ന പ്രപഞ്ചം കയറിൽ സർപ്പമെന്ന പോലെയോ മരുഭൂമിയിൽ വെള്ളമെന്ന പോലെയോ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭ്രമദൃശ്യം മാത്രമാണെന്ന് സത്യദർശികൾ സിദ്ധാന്തിക്കുന്നത്. ഇങ്ങനെ കാരണവസ്തുവിന് അണുപോലും വികാരമുണ്ടാക്കാതെ അതിൽ പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങളെയാണ് ശാസ്ത്രം വിവർത്ത കാര്യങ്ങളെന്ന് പറയുന്നത്. ബ്രഹ്മത്തിൽ മായയുണ്ടാക്കി കാണിക്കുന്ന എല്ലാ ജഡതത്വങ്ങളും വിവർത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ വിവർത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും നിലനിൽക്കുമ്പോഴും മറയുമ്പോഴും സത്യസ്വരൂപം നിർവികാരമായി തന്നെ ആനന്ദഘനമായി വിലസുന്നു. ജഡതത്വങ്ങൾ അകലുന്നതോടുകൂടി ഏതൊരു ജിജ്ഞാസുവിനും ഈ വസ്തുത സാക്ഷാത്കരിച്ച് അനുഭവിക്കാവുന്നതാണ്. തത്കാലം ജഡതത്വങ്ങളാൽ മറയ്ക്കപ്പെട്ടു നിൽക്കുന്ന വസ്തുവിൻ്റെ ആനന്ദഘനമായ ഈ നിർവികാരസ്ഥിതി വെളിപ്പെടുത്താനാണ് ആചാര്യർ ഉദയം ചെയ്തിരുന്ന പൊരുൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇരുന്ന എന്ന ഭൂതകാല പ്രയോഗം അർത്ഥവത്താണ്. ജഡതത്വ ആവിർഭാവത്തിന് മുമ്പുള്ള സ്ഥിതി തന്നെ ഇപ്പോഴും തുടരുന്നു എന്ന് സൂചന. മുക്തിക്കു തക്കൊരുപദേശം തരും ജനനമറ്റിടുമന്നവന്. മേൽ വിവരിച്ച വസ്തുവിൻ്റെ നിർവികാര സ്ഥിതി സാക്ഷാത്കരിച്ച് സദാ അനുഭവിക്കുന്നയാളാണല്ലോ ബ്രഹ്മനിഷ്ഠനായ ഗുരു. ഈ സാക്ഷാത്കാരം തനിക്കും അനുഭവിക്കാൻ വേണ്ടിയാണ് ശിഷ്യൻ ബ്രഹ്മനിഷ്ഠനായ ഗുരുവിൻ്റെ പദാന്തേ ഭജനം ആരംഭിക്കുന്നത്. ഗുരു ആദ്യമായി പാകപ്പെട്ട ശിഷ്യന് വസ്തുസ്ഥിതി വ്യക്തമായി വിവരിച്ചു കൊടുത്തിട്ട് സ്വയം ശിഷ്യൻ ജനനമരണരഹിതമായ ആ സത്യവസ്തു തന്നെയാണെന്നും കാട്ടിക്കൊടുക്കുന്നു. ശ്രുതിപ്രസിദ്ധങ്ങളായ തത്വമസി, അതു നീ തന്നെ എന്നിത്യാദി മഹാവാക്യങ്ങൾ പാകപ്പെട്ട ശിഷ്യന്മാർക്ക് ഉടനെ തന്നെ പ്രത്യക്ഷാനുഭവം പകർന്നു കൊടുക്കാനുള്ള ഗുരുക്കന്മാരുടെ മഹാവാക്യങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത്. മഹാവാക്യ ഉപദേശങ്ങളോടൊപ്പം ഗുരു കാരുണ്യം നിറഞ്ഞ നോട്ടം കൊണ്ട് സ്പർശം കൊണ്ടും ഒക്കെ അനുഭവം പകർന്നു കൊടുത്ത് ശിഷ്യനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. രാമകൃഷ്ണ വിവേകാനന്ദന്മാരുടെ ഗുരുശിഷ്യ ബന്ധം ഇതിന് ഉത്തമ ദൃഷ്ടാന്തമാണ്. വസ്തുബോധമുണ്ടാകുന്നതോടെ താൻ ജനിച്ചിട്ടേയില്ലെന്നും ഇനിയൊരിക്കലും മരിക്കുകയില്ലെന്നും ശിഷ്യന് ബോധ്യപ്പെടുന്നു. അതുകൊണ്ടത്രേ ജനനമറ്റിയിടുമെന്നവന് എന്ന് ആചാര്യൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സത്യാനുഭൂതി പകർന്നു തരാനുള്ള ഗുരുവിൻ്റെ ആശ്ചര്യകരമായ കഴിവിനെപ്പറ്റി ശതശ്ലോകിയിൽ ശങ്കര ഭഗവത്പാദർ വിവരിച്ചിരിക്കുന്നത് നോക്കുക. ദൃഷ്ടാന്തോ നൈവ ദൃഷ്ട ത്രിഭുവനജഠരേ സദ്ഗുരോർജ്ഞാനദാതുഃ സ്പർശശ്ചേത്തത്ര കൽപ്യ സ നയതി ദ്യദഹോ സ്വർണതാമശ്മസാരം ന സ്പർശത്വം തഥാഭി ശ്രിതചരണയുഗേ സദ്ഗുരുഃ സ്വീയശിഷ്യേ സ്വീയം സാമ്യം വിധത്തെ ഭവതി നിരുപമസ്തേന വാ ലൗകികോപി. ഈ ത്രിഭുവനത്തിലും ജ്ഞാനദാതാവായ ഗുരുവിന് ദൃഷ്ടാന്തമില്ല. ഇരുമ്പിനെ സ്വർണമാക്കുന്നതുകൊണ്ട് സ്പർശമണിയെ ദൃഷ്ടാന്തമായി എടുത്തുകൂടെ? സ്പർശമണി ഇരുമ്പിനെ സ്പർശമണിയാക്കി തീർക്കുന്നില്ലെന്നോർക്കണം. ഗുരു സ്പർശമണിയല്ല. എങ്കിലും തൻ്റെ പാദങ്ങളെ ആശ്രയിക്കുന്നവരെ അദ്ദേഹം തനിക്ക് തുല്യരാക്കി തീർക്കുന്നു. അതുനിമിത്തം ലൗകികൻ പോലും സ്വയം അലൗകികനായി മാറുന്നു. കർമ്മമാണ് ബന്ധം. കർമ്മം ഭൗതിക ഫലത്തിൽ മനസ്സിനെ ആസക്തമാക്കി തീർക്കുന്നു. ഫലഭോഗം വീണ്ടും കർമ്മം ചെയ്യാൻ ഹേതുവായും ഭവിക്കുന്നു. ഒരു കർമ്മവും ഫലം ഭുജിക്കുന്നതോടെ അവസാനിക്കുന്നില്ല. ഒരു കർമ്മത്തിൻ്റെ ഫലം ഭുജിച്ചു കഴിയുമ്പോൾ
ആ ഫലഭോഗം വാസനാരൂപത്തിൽ ഉള്ളിൽ അടിയുന്നു. കർമ്മം ആവർത്തിക്കും തോറും വാസനയ്ക്ക് ശക്തി കൂടി വരും. അതുകൊണ്ട് കർമ്മം ചെയ്ത് കർമ്മബന്ധം ഇല്ലാതാക്കാൻ ഒരിക്കലും സാധ്യമല്ല. തത്വവിചാരത്തോടു കൂടിയ ഈശ്വരസ്മരണ ഒന്നു മാത്രമേ ആത്മാവിനെ കർമ്മബന്ധത്തിൽ നിന്നും വേർപെടുത്തൂ. കർമ്മബന്ധം അകന്നു കിട്ടാൻ അതുണ്ടാകണേ എന്നാണ് ആചാര്യർ 11-ാം ശ്ലോകത്തിൽ അപേക്ഷിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണ